ആയുർ ക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോളേജിന്റെ രണ്ടാം ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. മലനാട് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ആയുർ ക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോളേജിന്റെ രണ്ടാം വർഷ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടങ്ങിയതായി ഭാരവാഹികൾ ഇരിട്ടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ വർഷമാണ് ഇരിട്ടി മാടത്തിൽ കോളേജ് ആരംഭിച്ചത്. 36 കുട്ടികളാണ് ആദ്യ ബാച്ചിൽ ഉണ്ടായിരുന്നത്. 36 കുട്ടികളും പ്ലേസ്മെന്റിലൂടെ കേരളത്തിനകത്തും പുറത്തും ജോലി ലഭ്യമാക്കിയിട്ടുണ്ട്. പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും പ്ലേസ്മെന്റ് നൽകുന്ന സ്ഥാപനമാണ് ഇതെന്നും നിർധനരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ടെന്നും ഫീസ് തവണകളായി അടച്ചു തീർക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. അഡ്മിഷൻ എടുക്കുന്ന സമയം 1500 രൂപയാണ്. ദൂരെ നിന്നും എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയാണ് കോളേജിന്റെ പ്രവർത്തനമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മലനാട് എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് തോമസ് വർഗീസ്, ആയുർ ക്ഷേത്ര മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷിനോയ് രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മലനാട് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച ആയുർ ക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോളേജ് അതിൻ്റെ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ് കുട്ടികളുടെ കോൺവൊക്കേഷനെല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് ബാച്ചിൽ 36 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. മുഴുവൻ കുട്ടികൾക്കും പ്ലേസ്മെൻറ്റും ജോലിയും ലഭ്യമാക്കിയിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് ബാച്ചിൻ്റെ ഇനോഗ്രേഷനാണ് ഇന്ന് ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു നടത്തി. അപ്പോൾ ആയുർ ക്ഷേത്ര ഈ നഴ്സിംഗ് കോളേജിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇതിൻ്റെ പ്രവർത്തന രംഗത്ത് വളരെ നല്ല നിലയ്ക്ക് കുട്ടികൾക്കും നാട്ടുകാർക്കും എല്ലാ ആളുകൾക്കും നല്ല അഭിപ്രായമുണ്ടാക്കുന്ന രൂപത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും അതുവഴി ഏതാണ്ട് 36 കുട്ടികൾക്ക് ഇന്ത്യക്കകത്തും കേരളത്തിനകത്തും പുറത്തുമെല്ലാമുള്ള വിവിധങ്ങളായ ആയുർവേദ ആശുപത്രികളിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാനും സാധിച്ചു. പാവപ്പെട്ട കുട്ടികളെ സംബന്ധിച്ച് ഇത് ഏറ്റവും നല്ല ഒരു കോഴ്സാണ്. ഒരു വർഷത്തെ കോഴ്സ് കൊണ്ട് 7 മാസം കഴിയുമ്പോൾ തന്നെ അവർക്ക് ട്രെയിനിങ്ങും സ്റ്റൈഫൻറ്റും ലഭിക്കുന്ന രൂപത്തിൽ ആണ് ഈ കോഴ്സ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാരായ കുട്ടികൾക്ക്, പാവപ്പെട്ടവരായ കുട്ടികൾക്ക് ആ ഫീസ് സംബന്ധിച്ചൊക്കെ ഈ ആയുർ ക്ഷേത്ര ആരംഭിച്ച കാലഘട്ടത്തിൽ മുതൽ ഉള്ള ഫീസാണ്. കേവലം 45,000 രൂപ മാത്രമാണ് ഈ ഒരു വർഷത്തേക്ക് ഫീസ് ഈടാക്കുന്നത്. അപ്പം മലയോര പ്രദേശത്തെ സാധാരണക്കാരായ കുട്ടികൾക്ക് വേണ്ടി മലനാട് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ ആയുർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു സ്ഥാപനം നടത്തുന്നത് ഞങ്ങൾക്കേറെ അഭിമാനകരമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും മാധ്യമ സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെയും എല്ലാം വലിയ പിന്തുണയ്ക്കും പ്രത്യേകമായ നന്ദി കൂടി അറിയിക്കുകയാണ്. രണ്ടാമത്തെ ബാച്ചാണ്. കഴിഞ്ഞ വർഷമാണ് ആദ്യത്തെ ബാച്ച് പഠിച്ചത്. 36 കുട്ടികളാണ് കഴിഞ്ഞ വർഷം പഠിച്ചത്. അതിൽ നമ്മൾ നിർധനരായിട്ടുള്ള കുട്ടികൾക്ക് മലനാട് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെയൊക്കെ റെഫറൻസ് വരുന്ന കുട്ടികൾക്ക് സൗജന്യമായിട്ട് കോഴ്സ് ചെയ്തിരുന്നു. അപ്പോൾ അവരെല്ലാവരും കോഴ്സിന് ശേഷം പ്ലേസ്ഡായി ട്രെയിനിങ്ങിലേക്ക് പോയി അവർക്കൊരു സ്റ്റൈഫൻറ്റും ശമ്പളമൊക്കെ കിട്ടുന്ന നിലയിലേക്ക് അവരെത്തി. അപ്പോൾ അവരുടെ ഒരു റെഫറൻസും അങ്ങനെയുള്ള കുട്ടികളും പഞ്ചായത്തിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ടുമായിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച് 50 കുട്ടികളായിട്ട് രണ്ടാമത്തെ ബാച്ച് തുടങ്ങിയിരിക്കുകയാണ് ഇന്ന്. അതുപോലെ തന്നെ ഈ വർഷം ഇപ്പോൾ നമുക്ക് കുട്ടികളുടെ എൻക്വയറി വീണ്ടും കൂടുതലുണ്ട്. അതുകൊണ്ട് ഒരു ബാച്ചും കൂടെ മുമ്പോട്ട് വരുന്നുണ്ട്. പഠനത്തിൽ കുറച്ച് പുറകായിട്ടുള്ള ആൾക്കാർക്ക്, അതുപോലെ +2 ഏത് സബ്ജക്റ്റ് പാസ്സായിട്ടുള്ളവരാണെങ്കിലും പാസ്സായിട്ടില്ലാത്തവരാണ്, മിനിമം SSLC ക്വാളിഫിക്കേഷൻ എന്ന നിലയിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കുറഞ്ഞ ഫീസ് തവണകളായിട്ട് അടച്ച് പഠിക്കാനും 7ാമത്തെ മാസം മുതൽ അവർക്കൊരു സ്റ്റൈഫൻഡിലൂടെ അടച്ച ഫീസ് തിരിച്ച് കിട്ടാവുന്ന രീതിയിലുമാണ് ഈ കോഴ്സ് പോകുന്നത്. ഇനി നമ്മൾ 50 കുട്ടികളുടെ ബാച്ചും കൂടെയാണ് ഇനി വരുന്നത്. അതായത് ഈ വർഷം നമ്മൾ 2 ബാച്ചാണ് ഇരിട്ടിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഏകദേശം ഇനി 15ഓളം അഡ്മിഷനും കൂടെ 15ഓളം സീറ്റും കൂടെ നമുക്ക് മിച്ചമുണ്ട്. അപ്പോൾ അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മലനാട് എഡ്യൂക്കേഷൻ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെടാവുന്നതാണ്.